നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡർ ഇങ്ങനെ നീങ്ങി പോകുന്ന ഒരു സംഭവം ഉണ്ടാവില്ല, ഒരു അനിമേഷൻ കാണാറുണ്ടല്ലേ. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ. ഡാവിഞ്ചി റിസോൾവ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഫ്ലെക്സിബിളായിട്ട് തോന്നിയൊരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാത്തൊരു ക്ലിപ്പും അതിനെ കളർ ഗ്രേഡ് ചെയ്തൊരു ക്ലിപ്പും വേണം അല്ലേ. 2 ക്ലിപ്പുകൾ വേണം. അപ്പോൾ അതിന് പകരം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കളർ ഗ്രേഡ് ചെയ്തു. ഓക്കെ, ഞാൻ കളർ ഗ്രേഡ് ടാബിൻ്റെ അകത്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. ഇത്രയും നോഡുകൾ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കളർ ഗ്രേഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു കളർ ഗ്രേഡ് എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ, കണ്ടു നോക്കാം. ആദ്യത്തെ നോഡിൻ്റെ അകത്തുള്ള ഡിഫോൾട്ട് വ്യൂ കാണുന്നുണ്ടെങ്കിൽ ബാക്കി നോഡുകളൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ കാണാൻ പറ്റും. കമാൻഡ് D Ctrl D ഷോർട്ട് കട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലിപ്പാണ് ആദ്യം തന്നെ വരുന്നത്. പിന്നെ മുന്നോട്ടേക്കുള്ള ഓരോ ക്ലിപ്പുകൾ നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ സ്റ്റേജുകൾ എങ്ങനെയാണ് മാറുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ട്രാൻസിഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ, എല്ലാ ക്ലിപ്പുകളും സെലക്ട് ചെയ്ത് മൊത്തം ഡിസേബിൾ ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലിപ്പ് എങ്ങനെയാണുള്ളത് ആ ഒരു രീതിയിലുള്ള ക്ലിപ്പ് ഇവിടെ കിട്ടും. ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് വെക്കാൻ പാടില്ല. ആദ്യം തന്നെ കളർ ഗ്രേഡ് ചെയ്ത് വെച്ച ഈ ക്ലിപ്പിന് ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ അതിന് തന്നെ കുറച്ചൊരു ടൈം, ഇത്രയും ടൈം മതി എന്ന് കരുതുക. അവിടെ ഞാനൊരു കട്ട് ആഡ് ചെയ്തു. കട്ട് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, ഇവിടുന്ന് ബ്ലേഡ് എടുക്കുക, എന്നിട്ട് ഇവിടെ ഒരു കട്ട് ആഡ് ചെയ്താൽ മതി അല്ലേ. നമ്മുടെ ഷോർട്ട് കട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഷോർട്ട് കട്ട് എങ്ങനെ മാറ്റുന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ, ബേസിക് വീഡിയോയിലുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് ആണെങ്കിൽ W അടിക്കുക, അല്ലാത്തവരാണെങ്കിൽ എന്താ ബ്ലേഡ് എടുക്കുക, കട്ട് ഇടുക. അപ്പോൾ അടുത്തൊരു ഇത് വരിക, ഇപ്പോൾ ബ്ലേഡ് എടുത്ത് അതേപോലെ ഒരു കട്ട് ഇടുക. അപ്പോൾ നമ്മളാണെങ്കിൽ സ്പീഡിൽ W തന്നെ നമുക്ക് ഇതേപോലെ എത്ര ടൈമിലാണോ ട്രാൻസിഷൻ ആഡ് ചെയ്യേണ്ടത് അതേപോലെ ഇങ്ങനെ കട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എളുപ്പവഴി പറയട്ടെ, എനിക്ക് ഇത്രയും ലെങ്ത്തുള്ള ക്ലിപ്പുകളാണ് എല്ലാം വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്ലിപ്പിൽ ഞാനൊന്ന് ഒരു കട്ട് ആഡ് ചെയ്തു. ഈ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്യട്ടോ. ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. വിൻഡോസിലാവുമ്പം ആൾട്ട് ബട്ടണ്, മാക്കിലാകുമ്പോൾ ഓപ്ഷൻ ബട്ടണ്, അത് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ചാൽ അതിൻ്റെ അതേ ലെങ്ത്തിൽ ഇവിടേക്ക് കിട്ടും അല്ലേ. എന്നിട്ട് ഇവിടെ ഒരു കട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഇവിടേക്ക് എടുത്ത് വെക്കുക, ഇവിടെ പുറത്ത് വരിക, അവിടെ ഒരു കട്ട് ആഡ് ചെയ്യുക, എടുത്ത് വെക്കുക, ഒരു കട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ എല്ലാം ഒരേ ലെങ്ത്തുള്ള കട്ടിങ്സ് ആണ് കിട്ടുക. ഇനി ഇങ്ങനെയല്ല വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇത്രയും കട്ടുകൾ ഞാൻ ആഡ് ചെയ്തു. ഇനി ഈ ഫസ്റ്റ് കട്ടിൻ്റെ അകത്ത് എനിക്കൊന്നും ചെയ്യാനില്ല, കാര്യം ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണല്ലേ വരുന്നത്. അടുത്തത് തന്നെ തൊട്ടടുത്ത ഒരു കളർ ഗ്രേഡ് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ കിട്ടേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ, നേരെ കളർ പേജിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. കളർ പേജിൽ വന്ന് രണ്ടാമത്തെ ഈ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിപ്പായിട്ട് കാണുന്നില്ലെങ്കിൽ ഇവിടെ ക്ലിപ്പ് ഓഫ് ആയിരിക്കും. ആ ക്ലിപ്പ് ഒന്ന് ഓൺ ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ ഇതെടുത്തു. നോഡ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ നേരത്തെ നോഡ് കളർ ഗ്രേഡ് ചെയ്ത് വെച്ചായിരിക്കും, അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. എനിക്ക് ഫസ്റ്റ് നോഡ് മാത്രമാണ് ഓൺ ആവേണ്ടത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഞാൻ കമാൻഡ് D വിൻഡോസിലാകുമ്പോൾ Ctrl D അടിച്ച് ആ ഒരു നോഡിനെ ഓൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു കളർ കാണാൻ പറ്റും. ഇനി അടുത്ത സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനെന്ത് ചെയ്യുക, ഈ 2 നോഡുകൾ ഓൺ ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് നല്ലൊരു മാറ്റം ഉണ്ട് അല്ലേ. ഇനി അടുത്ത ഒരു കട്ടിങ് സെലക്ട് ചെയ്തു. അതിനെനിക്ക് ഇവിടം വരെ നോഡുകൾ സെലക്ട് ചെയ്തു, അതിനെ ഓൺ ചെയ്തു. അപ്പോൾ അടുത്തൊരു കളർ കിട്ടി. ഇനി അടുത്ത നോഡിനെ ഓൺ ചെയ്തു, ഇവിടം വരെയുള്ള കളറുകൾ കിട്ടണം അല്ലേ, അവിടം വരെ ഓൺ ചെയ്തു. ഈ ലാസ്റ്റ് ക്ലിപ്പിൽ നമുക്ക് മൊത്തം കളർ ഗ്രേഡ് എങ്ങനെയാണ് ചെയ്തത് ആ ഒരു കിട്ടണം. അപ്പോൾ മൊത്തം നോഡുകൾ സെലക്ട് ചെയ്തു, അതിനെ ഓൺ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത്രയും ട്രാൻസിഷൻസ് നമുക്കിവിടെ കിട്ടും. ഓക്കെ അല്ലേ. ഇനി നേരെ നമ്മൾ എഡിറ്റ് ടാബിലേക്ക് തിരിച്ചു പോവുകയാണ്. എഡിറ്റ് ടാബിൽ വന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോ വന്നു. ഇനി ഇതിന് എനിക്ക് ട്രാൻസിഷൻ കൊടുക്കണം അല്ലേ. ആദ്യം കാണിക്കുന്ന വൈപ്പ് നേരെ അങ്ങ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു വീഡിയോ ആണ്. അടുത്തത് വൈപ്പ് നേരെ വന്നിട്ട് സെൻറ്ററിൽ നിന്നിട്ട് 2 ഭാഗവും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു രീതിയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് രണ്ടും 2 ടൈപ്പിലാണ് ചെയ്യുന്നത്. ഇനി എനിക്ക് ഇതിനകത്ത് ട്രാൻസിഷൻ കിട്ടണം അല്ലേ. ഇതിങ്ങനെ കട്ടായി പോകുന്ന ട്രാൻസിഷൻ ആദ്യം ആഡ് ചെയ്യണം. ഒന്നിലേക്ക് മാറുന്ന ട്രാൻസിഷൻ ആഡ് ചെയ്യണം. അപ്പോൾ ആ ജമ്പ് ഇല്ലാതെ കിട്ടും. അതിന് വേണ്ടി എന്ത് ചെയ്യാമെന്നറിയോ, നേരെ എഫക്റ്റ് പാനലിൽ ഇവിടെ എഫക്റ്റ് പാനൽ ഓൺ ചെയ്യുക. എഫക്റ്റ് പാനലിൻ്റെ അകത്ത് വീഡിയോ ട്രാൻസിഷൻ ഇവിടെ കാണാൻ പറ്റും അല്ലേ. വീഡിയോ ട്രാൻസിഷൻ ഓൺ ചെയ്യുക. ഇത് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എഡ്ജ് വൈപ്പ് എന്ന് പറഞ്ഞ ട്രാൻസിഷൻ കാണാൻ പറ്റും. എഡ്ജ് വൈപ്പ് കേട്ടോ. ഈ ട്രാൻസിഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് എഡ്ജ് വൈപ്പ് എന്ന് സെർച്ച് ചെയ്താലും മതി. എഡ്ജ് വൈപ്പിനെ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ഈ ഫസ്റ്റ് കട്ടിങ്സിലേക്ക് ആഡ് ചെയ്യാണ്. ഇവിടേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസിഷൻ കിട്ടും. അതിന് താഴേന്ന് മേലേക്കാണ് കട്ടിങ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് നമുക്ക് മാറ്റണം അല്ലേ. അപ്പോൾ ഈ ഒരു ട്രാൻസിഷനിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ആംഗിൾ എന്ന് കാണാൻ പറ്റും. ആംഗിൾ ഇപ്പോൾ 0 ആണ്. ഞാനൊന്ന് മാറ്റി 90 ഡിഗ്രി കൊടുക്കുകയാണ്. 90 ഡിഗ്രി എന്നാൽ കുത്തനെയായില്ലേ. ഇപ്പോൾ ഇവിടെ ട്രാൻസിഷൻ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ വൈപ്പ് ചെയ്ത് വലത്തോട്ട് പോകുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് വൈപ്പ് കിട്ടി. ഇനി ഇവിടേക്ക് ഈ കറക്റ്റ് ഇവിടേക്ക് എന്തെങ്കിലും ഒരു സ്ലൈഡർ ആഡ് ചെയ്യണം. അതിന് വേണ്ടി എന്ത് ചെയ്യാന്നറിയോ, ഇൻസ്പെക്ടറിൽ തന്നെ വീണ്ടും വരിക. അതിൻ്റെ ബോർഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ആംഗിളിൻ്റെ താഴെ ബോർഡർ ഇത്തിരി മുന്നോട്ടേക്ക് നീക്കുക കണ്ടോ. ഒരു ബോർഡർ കിട്ടി. ഇനി ഇതിൻ്റെ കളർ മാറ്റണമെങ്കിലോ, ഇപ്പോൾ വെള്ളമല്ല നമുക്ക് ഒരു മഞ്ഞ കളറാണ് ഇഷ്ടം വെച്ചാൽ മഞ്ഞയിലേക്ക് കൊണ്ടുവരിക. ഇതേപോലെ റെഡാണ് റെഡിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കളർ ഏതാണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് തന്നെ വെച്ച് എക്സാമ്പിൾ കാണിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് വൈപ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകുന്നത്.
ഇനി ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണമെങ്കിലോ ഈ ട്രാൻസിഷൻ്റെ ഈ എഡ്ജിൽ ഏതെങ്കിലും ഒരു എഡ്ജിൽ കൊണ്ടുവെക്കുക. അപ്പോൾ ഈ ഒരു ഐക്കൺ കിട്ടും അല്ലേ, ഇത്തിരി വലുതാക്കി വെക്കുക. അപ്പോൾ എന്താവും, മെല്ലെ പോകും. കണ്ടോ, മെല്ലെ ഒരു മൂവ്മെൻറ്റ് കിട്ടും. ഇനി കുറച്ചുകൂടെ സ്പീഡിൽ പോകണമെങ്കിലോ കുറച്ചുകൂടെ അങ്ങോട്ട് ചുരുക്കി വെക്കുക. പെട്ടെന്ന് ഒറ്റ വൈപ്പ്. പക്ഷേ ഈ വൈപ്പിൻ്റെ എഫക്റ്റ് നമുക്ക് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ ഇത് ശരിക്കും മെല്ലെ ഇങ്ങനെ പോകണം അല്ലേ, ഇങ്ങനെ മെല്ലെ പോകണം. ഓക്കെ, ഇനി ഈ വൈപ്പിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ ഫെദറൊക്കെ ഉണ്ട്, അതൊക്കെ ഓൺ ചെയ്യാൻ വേണമെങ്കിൽ ഫെദർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു ബോർഡർ ഇതേപോലെ ഫെദർ ചെയ്തിട്ട് പോകും. നമുക്ക് മാറുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ബോർഡർ ഇങ്ങനെ നീക്കിയിട്ട് കഴിഞ്ഞാൽ നോക്കിക്കോ, നമ്മളറിയാതെ തന്നെ ആ ഒരു കളർ ഇങ്ങനെ അതിലേക്ക് കളർന്ന് വരും. ഒരു മഞ്ഞ്, ഒരു കോടമഞ്ഞൊക്കെ കയറി വരും പോലെ ആ ഒരു കയറി വരും അല്ലേ. അപ്പോൾ നമുക്ക് ഫെദർ വേണ്ട, ബോർഡർ അതേപോലെ ചുരുക്കിയിട്ട് കറക്റ്റ് നമുക്ക് എത്ര വേണം, ഇവിടെ ഒരു 30 കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. 30 കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് മതിയെങ്കിൽ ഒരു 20 കൊടുക്കാം. നമുക്ക് 20 കൊടുത്താലും അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടൊരു ലെവലിൽ കൊടുക്കുക. ഇനി ഇത് ഇപ്പുറത്തെ ക്ലിപ്പിലേക്ക് വേണമെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ ചെയ്യേണ്ട കാര്യമില്ല. വിൻഡോസിലാകുമ്പോൾ ഓൾട്ട് ബട്ടണ്, മാക്കിലാകുമ്പോൾ ഓപ്ഷൻ ബട്ടണ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഇതിനെ ഡ്രാഗ് ചെയ്യുക, ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ വലിപ്പം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതേപോലെ ആൾട്ട് ബട്ടണ് ഓപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പ്ലേ തരാം. വൈപ്പ് ചെയ്ത് പോയി, അടുത്തത് വൈപ്പ് ചെയ്ത് പോയി, അടുത്തത് വൈപ്പ് ചെയ്ത് പോയി. ഇനി അടുത്തൊരു ഓപ്ഷൻ നോക്കാം അല്ലേ, വേറെ രീതിയിൽ വൈപ്പ് ചെയ്ത് പോകുന്നത് എങ്ങനെ അറിയോ. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത വീഡിയോസൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തു. ഇനി വേറെ ട്രാൻസിഷൻ ഉണ്ട്. വീഡിയോ ട്രാൻസിഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫോർഗ്രൗണ്ട് വൈപ്പ് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഫോർഗ്രൗണ്ട് വൈപ്പ്, ഈ ഫോർഗ്രൗണ്ട് വൈപ്പിനെ നമുക്ക് ഇവിടേക്ക് ഒന്ന് ട്രാൻസിഷനായിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നേരത്തെ അതേ ഓപ്ഷൻ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഇതിൻ്റെ ബോർഡർ വിടുത്തുണ്ട്, അവിടെ നമുക്ക് 0.01 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക. അപ്പോൾ ഒരു വര നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള. ഇതിന് കളറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു ട്രാൻസിഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇതേപോലെ ആഡ് ചെയ്യാം. കണ്ടോ, ഒരു പോകുന്നതിന് മുന്നിലായിട്ട് അതിൻ്റെ ഒരിത്തിരി മാസ്കിങ് പോലെ എന്തോ ഒരു സംഭവം പോകുന്നുണ്ട്. അത് മാറ്റണമെങ്കിൽ വീണ്ടും ട്രാൻസ്ലേഷൻ സെറ്റിങ്സിൽ വന്നിട്ട് ഇതിൻ്റെ സോഫ്റ്റ്നെസ് മൊത്തം കുറച്ച് കഴിഞ്ഞാൽ മതി. അതാണ് ഈ സോഫ്റ്റ്നെസ് കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു വര പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ എന്താ, ആൾട്ട് ബട്ടൺ ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക, ഇതേപോലെ ആഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈപ്പിലുള്ളൊരു ട്രാൻസിഷൻ കിട്ടും. കണ്ടോ, മൂവ് ചെയ്ത് പോകുന്ന സമയത്ത്. ഇനി നമുക്കൊരു വൈപ്പർ ഇങ്ങനെ വന്ന് ഇവിടെ വരെ വന്ന് ഇവിടെ ഫിക്സ് ആയിട്ട് നിന്നിട്ട് കുറച്ച് സമയം അങ്ങനെ നിന്നിട്ട് പിന്നെ മൂവ് ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഒരു എഫക്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ആദ്യത്തെ ഈ ഒരു ക്ലിപ്പിനെ മേലോട്ടേക്ക് ആഡ് ചെയ്യാണ്. ഈ മുകളിലെ ക്ലിപ്പിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതിയല്ലോ, ബാക്കി നിങ്ങൾ അതേ മോഡൽ അങ്ങ് ചെയ്താൽ മതിയേ. ആദ്യത്തെ ഇത്തിരി സൂം ചെയ്യട്ടെ, ടൈമിൽ ഇത്തിരി സൂം ചെയ്തു. എന്നിട്ട് ഈ ഫസ്റ്റ് ക്ലിപ്പിന് ഒരു ആനിമേഷൻ കൊടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വരേണ്ട ഏത് ക്ലിപ്പാണെന്നറിയോ, നമ്മുടെ ഈ കളർ ഇല്ലാത്ത ക്ലിപ്പ്. അപ്പോൾ അവനെ മേലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് താഴേക്ക് കളർ ഗ്രേഡ് ചെയ്ത ക്ലിപ്പിനെ ആഡ് ചെയ്തു കേട്ടോ. ഇനി മുകളിലെ ക്ലിപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നിട്ട് അതിന് ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രോപ്പിംഗ് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഇവിടേക്ക് നടുവിലേക്കല്ലേ ക്രോപ്പ് വരേണ്ടത്. അപ്പോൾ ഞാൻ ലെഫ്റ്റിൻ്റെ അവിടെ 0 ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു കേട്ടോ. ഇനി പകുതി എത്തുമ്പോഴേക്കും നടുവിൽ വന്ന് ഫിക്സ് ആവണം അല്ലേ. അപ്പോൾ അവിടേക്ക് ആഡ് ചെയ്തിട്ട് നേരെ ക്രോപ്പ് ചെയ്ത് വന്നിട്ട് ഇവിടെ വരെ മതിയെങ്കിൽ ഇവിടം വരെ ചെയ്തു. ഓക്കെ അല്ലേ, ഇതിൻ്റെ അങ്ങനെ വിട്ട് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടോ, അവിടെ എങ്ങനെ നിൽക്കും, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൂവ് ആവില്ല, അങ്ങനെ നിൽക്കും. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് ബോർഡറും കൂടെ വരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റർ എന്ന് കാണാൻ പറ്റും. അവിടെ അത് നമുക്ക് എന്തെങ്കിലും ഒരു കളർ, ഒരു സോളിഡ് കളർ ഇവിടേക്ക് ആഡ് ചെയ്യാം. സോളിഡ് കളർ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു, ഏറ്റവും മുകളിലത്തെ ലെയറിലേക്ക് ആഡ് ചെയ്തു, അതായത് മൂന്നാമത്തെ ലെയറിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സോളിഡ് കളർ ബ്ലാക്ക് ആയിട്ട് കാണാൻ പറ്റും. സോളിഡ് കളറിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റർ എന്നുള്ള ഈ ഓപ്ഷൻ, ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്ന കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ പോലെ തന്നെ വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, വൈറ്റ് കളർ കൊടുത്തു. ഇങ്ങനെ ഒന്ന് തിക്നെസ് കുറയ്ക്കാം. അതിന് നമ്മൾ വീണ്ടും ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ജനറേറ്റർ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറം സെറ്റിങ്സ് ഉണ്ട്, അതിൽ വരിക, ക്രോപ്പിംഗ് എടുക്കുക. ക്രോപ്പ് റൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഇതിനെ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് ക്രോപ്പ് മൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മാക്സിമം ചെറുത്, നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുത് നമുക്ക് വേണ്ട ഒരു വലിപ്പത്തിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഈ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചു, ഈ പ്ലേ ഹെഡർ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് ഇതിനൊരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യാണ്. എവിടെയാണ്, പൊസിഷൻ്റെ അകത്ത് കേട്ടോ. പൊസിഷനിലൊരു കീ ഫ്രെയിം ഇവിടെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇത് മറ്റത് മൂവ് ചെയ്യുന്ന പോലെ തന്നെ മൂവ് ചെയ്ത് വരത്തിയിട്ട് സെൻറ്ററിൽ എത്തുന്ന സമയത്ത് അവിടെ അല്ലേ നിൽക്കുന്ന സെൻറ്ററിൽ, ഇവിടെ എത്തുമ്പോഴേക്കും ആ പ്ലേ ഹെഡർ ഈ ഒരു ബോർഡർ ഇവിടെ എത്തണം അല്ലേ. ഇവിടെ കൊണ്ടുവച്ച ശേഷം ഇവിടെ പൊസിഷന് വലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ അല്ലേ. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. അപ്പോൾ 2 വീഡിയോസും ആവശ്യത്തിനനുസരിച്ച് വലിപ്പം കൂട്ടി വെക്കുക. ഇതേപോലെ നമുക്ക് ഫോളോ ചെയ്ത് പോകണം, ഇങ്ങനെ ചെയ്യാം. എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ മറ്റേ ഒരു ഓപ്ഷനാണെന്ന് തോന്നുന്നു. ജസ്റ്റ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇങ്ങനെ ഒരു കമ്പാരിസൺ വരണമെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും
ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, വെബ് പേജ് എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓർഡറായിട്ട് പഠിക്കാൻ വേണ്ടി ടെലഗ്രാം പേജുകളുണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.